ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു ഈസി മാത്സ് ഓൺ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു ചാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പഴയ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണരുത്, റിക്വസ്റ്റ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ 100K എത്തിക്കണം എന്ന ടാർഗറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്രാവശ്യത്തെ +1 എക്സാം ടഫ് ആവുമോ എന്ന ചോദ്യം പല ആളുകൾക്കും ഉണ്ട്. അപ്പം അതിന് ഒരു മറുപടി, നമുക്ക് അറിയാൻ സാധിച്ച ഒരു മറുപടി എന്ന് പറയുന്നത് +1 എക്സാം അത്ര ടഫ് ആവാനുള്ള സാധ്യതയില്ല. അതായത് ഇത്രയും കാലം എങ്ങനെയൊക്കെയാണോ ചോദ്യങ്ങൾ വന്നത് ആ രീതിയിൽ, ആ പാറ്റേണിലൊക്കെ തന്നെ ആയിരിക്കും +1 എക്സാമുകൾ വരിക എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ടഫ് ആവില്ല എന്നല്ല, എന്നാലും നിങ്ങൾ അത്ര +2 കുട്ടികൾ ഭയപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ +1 കുട്ടികൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഇത്രയും കാലമൊക്കെ എങ്ങനെയൊക്കെയാണോ ചോദ്യങ്ങൾ വന്ന പാറ്റേൺ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സമാനമായിട്ടുള്ള പാറ്റേണിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. അത്യാവശ്യം നല്ല നല്ല ചോദ്യങ്ങൾ, NCERT ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തവണത്തെ +1 എക്സാം എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ +2 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ നിലവിൽ +1 കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ടഫായിട്ട് കിടക്കുകയാണ്. മാത്സും അങ്ങനെ എളുപ്പമാവാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ +2 ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പല ടീച്ചേഴ്സും പറയുന്നത് അങ്ങനെ ടഫുള്ള ടോപ്പിക് ഒന്നല്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കുറച്ച് അല്പം ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ കീ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ +2 കുട്ടികളോട് ക്ലീശേ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ഇതുവരെ ഇത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും ചോദ്യങ്ങൾ വരുന്നതെന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും അത് ചാപ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. വലിയ ചാപ്റ്റർ ആണെങ്കിൽ എല്ലാ വർഷവും വരുന്ന ചോദ്യങ്ങളൊക്കെ അല്പം മാറ്റങ്ങൾ ഉണ്ടാവാം. ഇനി ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ ആ ടോപ്പിക്ക് നോക്കിയേ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ മാത്സിലെ 3D എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ആ ടോപ്പിക്ക് അല്ലാതെ വേറെ വരാനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ, അതായത് വലിയ വലിയ ചാപ്റ്ററുകൾ ഉണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇതുപോലെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചില ടീച്ചേഴ്സ് പറഞ്ഞു 2008 ശേഷമുള്ള ചോദ്യപേപ്പർ, 2015 വരെ 13 വരെ ആയിട്ടുള്ള ചോദ്യപേപ്പറിനാണ് ചോദ്യങ്ങൾ വന്നതെന്ന് പറയുന്ന സമയത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചാൽ അത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതൊന്നും ഫോക്കസ് ചെയ്യേണ്ട. മാക്സിമം NCERT ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക, നല്ല മാർക്ക് കിട്ടും. അപ്പോൾ +1 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല. +2 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി പേടിച്ചെടുത്തതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പേടിക്കേണ്ടതില്ല. ഇനി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി എന്നാണ് പറയാനുള്ളത്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്ത് പഠിക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.